പനി ബാധിതരാൽ നിറഞ്ഞ ജില്ലയിലെ ആശുപത്രികൾ. മഴക്കാലം ആരംഭിച്ചതോടെയാണ് ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കുതിച്ചുയർന്നത്. ഈ മാസം ഇതുവരെ 4506 പേർക്കാണ് വൈറൽ പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പനിക്കൊപ്പം വയറിളക്കം പോലുള്ള പകർച്ചവ്യാധികളും വ്യാപകമാവുകയാണ്. ഇന്നലെ മാത്രം 485 പേർ പനി ബാധിച്ച ചികിത്സ തേടി. ജൂണിൽ മാത്രം 16 പേർക്ക് ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചു. ഇന്നലെ മാത്രം 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇൻഫ്ലുവൻസ എ വൈറസ് ബാധിച്ച ഒരാൾ മരിച്ചിരുന്നു. 2 പേർ ചികിത്സയിലുണ്ട്. 691 പേർക്ക് വയറിളക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയിലെ മാത്രം കണക്കാണിത്. സ്വകാര്യ ആശുപത്രിയിലെ കണക്കുകൾ കൂടി എടുത്താൽ രോഗികളുടെ എണ്ണം ഇനിയും കൂടും. സർക്കാർ ആശുപത്രികളെല്ലാം പനിബാധിതരാൽ നിറഞ്ഞു കഴിഞ്ഞു. ഭൂരിപക്ഷം സർക്കാർ ആശുപത്രികളിലും രാവിലെ മുതൽ രോഗികളുടെ നീണ്ട നിരയാണ് പ്രത്യക്ഷപ്പെടുന്നത്. പരിശോധനയും മരുന്ന് വിതരണവും ലാബ് ടെസ്റ്റുമടക്കമുള്ള കാര്യങ്ങൾ കൂടിയാകുമ്പോൾ വയ്യാത്ത അവസ്ഥയിലും മണിക്കൂറുകളോളം വരി നിന്നും മരുന്നും റിസൾട്ടും വാങ്ങേണ്ട അവസ്ഥയാണ് പലർക്കും. സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടുന്ന പനിബാധിതരുടെ എണ്ണം വലുതാണ്. രാത്രികാലങ്ങളിലാണ് സ്വകാര്യ ആശുപത്രികളിൽ പനിബാധിതർ കൂടുതലും ചികിത്സ തേടുന്നത്. മിക്ക സർക്കാർ ആശുപത്രികളിലും രാത്രി സേവനം ലഭ്യമല്ലാത്തതും സൗകര്യമുള്ളവ ദൂരെയായതുമാണ് മുഖ്യ കാരണം. എങ്കിലും സായാഹ്ന ഒപിയുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ഗ്രാമീണ മേഖലയിലുള്ള പൊതുജനങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം പകരുന്നു. മരുന്നിനും പരിശോധനകൾക്കുമായി ദിവസവും അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ എത്തുന്നത് രോഗികൾക്കൊപ്പം ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ.